ഞാൻ ഇവിടെ വന്നിട്ട് ഈ 2.5 ലക്ഷം മേടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 2 ലക്ഷം മേടിക്കാനുള്ള പണി ഞാൻ എടുത്തിരിക്കും. അവനാണ് ആൺകുട്ടി. അവനെ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ചക്കയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ കിട്ടിയ അതേ ഇടി സംശയമില്ല. ഇത് അവന്മാര് തന്നെ. ഫേസ് ഓഫ് അല്ലേ തള്ളണ്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. അത്യാവശ്യ സാധനങ്ങളുമായിട്ട് ഇങ്ങ് പോന്നു. എവിടെ കിടമുറിവ്? നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആരും നീയോ? അല്ല, അവൻ. റിംഗിൽ കാണിച്ചു കൊടുക്കാം. റിംഗിൽ ഞാൻ കാണിച്ചു കൊടുത്തോളാം. ഐ വിൽ ഷോ യു ഇൻ ദി റിംഗ്. ഓക്കെ ഓക്കെ. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? ഒപ്പോണന്റിനെ ഞാൻ കണ്ടു. ഒപ്പോണന്റ് അത്രയും ചില്ലറക്കാരനല്ല. ആളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ ചോദിച്ചപ്പോ പറഞ്ഞ ആളെ ഏകദേശം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എല്ലാ ആള് നാഷണൽ ലെവലിൽ കളിച്ചൊരു പ്ലെയർ ആണ്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അപ്പൊ ആള് നാഷണൽ മൾട്ടിപ്പിൾ ടൈംസ് ചാമ്പ്യൻഷിപ്പ്, അതായത് പ്രോ ഫൈറ്റ്സിൽ എന്ത് ചെയ്ത് വിൻ ചെയ്ത ഒരു ഒപ്പോണന്റ് തന്നെ ഒരു ടൈറ്റോ കോമ്പറ്റീഷൻ ആയിരിക്കും എനിക്ക് എന്ത് ചെയ്തപ്പോ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? നല്ല പോലെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. ഞാൻ നന്നാപോലെ ട്രെയിൻ ചെയ്താലേ എനിക്ക് ഇത് എന്ത് ചെയ്ത് അധികം അടി കൊള്ളാണ്ട് എനിക്ക് എന്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. ഭഗവാൻ ഇങ്ങനെ നിരാശപ്പെട്ടാലോ? ഇനി ദാരാസിംഗിന്റെ കൈകൊണ്ട് ചത്താ തന്നെ നമുക്കതൊരു അന്തസ്സല്ലേ? എന്റെ ജീവിതം എനിക്ക് എന്ത് ചെയ്ത് ഇതുപോലെ തന്നെ കാണുന്ന എനിക്ക് നല്ല പോലെ ട്രെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ചീരിയും കളിയൊന്നും ഉണ്ടാവില്ല. പറ്റിപ്പോയടാ. വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ